അപ്പോൾ തിരുവോണമൊക്കെ ആയി കഴിയുമ്പോഴത്തേനും എല്ലാ വീടുകളിലും പ്രത്യേകമായിട്ടുണ്ടാകുന്ന ഒരു കാര്യമല്ലേ കായ വറുക്കൽ അഥവാ ഉപ്പേരി വറുക്കൽ. അപ്പോൾ ഇത് ഞാനും അച്ഛനും കൂടിയിട്ട് കായ തൊണ്ട് പൊളിച്ച് ഇതാ ബേസിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അതിനകത്ത് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് അതിനകത്തേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴേ അതിൻ്റെ കറിയൊക്കെ കുറയാനും അതുപോലെ കായ വറുക്കുമ്പോഴത്തേനും കായ്ക്ക് നല്ല നിറം കിട്ടാനൊക്കെ നല്ല ഒരു സൂപ്പറായിട്ടുള്ളൊരു ടിപ്പാട്ടത്. പിന്നെ ഒരു ഇച്ചിരി മഞ്ഞപ്പൊടിയും ഉപ്പും കൂടിയിട്ട് ഞാൻ വെള്ളം ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കായ ഇതുപോലെ ആക്കിയിടുമ്പോഴത്തേനും ഒരു പകുതി വേവാകുമ്പോഴത്തേനും ഉപ്പ് തളിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ വേഗം ഉപ്പ് പിടിക്കും കേട്ടോ. പാകത്തിനുള്ള ഉപ്പ് മാത്രമേ കായ വറുക്കുമ്പോൾ പിടിക്കുകയുള്ളൂ. അപ്പോൾ അതേ ഞാൻ ഈ ഒരു സംഭവത്തിലായിരുന്നു കേട്ടോ കായ ഇങ്ങനെ അരിഞ്ഞിട്ടത്. ഇങ്ങനെയാകുമ്പോൾ എളുപ്പമാണ് ചെയ്യാനായിട്ട്. മറ്റേപാട് അരിഞ്ഞിടുമ്പോഴത്തേനും കുറേ നേരം പിടിക്കും. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് കായ വറുത്ത് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തിന്നായിട്ട് തന്നെ ഇട്ട് കായ വറുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ എല്ലാം ഒരേ വേവിൽ തന്നെ ചെയ്തുകൊണ്ട് പെട്ടെന്ന് ആക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുള്ള എന്താ വിശേഷം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.